നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡിനായിട്ട് വിനി ജൂനിയർ ഷോ സാന്റിയാഗോ ബെർണാബൂവിൽ ഇന്നലെ നമ്മൾ അതാ കണ്ടത്. 4-1 എസ്പാന്യോളിനെ റയൽ മാഡ്രിഡ് തോൽപ്പിക്കുമ്പോൾ ആദ്യ 11-ൽ വിനി ഉണ്ടായിരുന്നില്ല. 55-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഒരു പൊളിച്ചെടുക്കലായിരുന്നു. അദ്ദേഹം ഇറങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് പുറകിലായിരുന്നു. തിബോട്ട് കോർട്ടുവയുടെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഓൺ ഗോൾ. പക്ഷേ തൊട്ടു പിന്നാലെ ഡാനി കർവാഹൽ സമനില പിടിക്കുന്നു. പിന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫാന്റാസ്റ്റിക് അസിസ്റ്റ്. അതൊരു കിടിലൻ പാസ്സായിരുന്നു. 75-ാമത്തെ മിനിറ്റിലെ ആ ഒരു അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോ ഗോൾ അടിക്കുന്നു. തൊട്ടു പുറകിൽ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്ന് വിനി തന്നെ ഗോൾ അടിക്കുന്നു. മത്സരം ടീമിന് അനുകൂലമാക്കി പൂർണ്ണമായും മാറ്റിയെടുക്കുന്നു. ഒടുവിൽ പിന്നെ ഒരു പെനാൽറ്റി കൂടി ഗോളാക്കി എംബാപ്പെ സീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വിനി ഉണ്ടാക്കി ഇമ്പാക്ട് അത് വളരെ വലുതാണ്. ഇപ്പൊ ലാലിഗയിൽ ഈ സീസണില് 6 കളികൾ കളിച്ചിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയിൽ നിന്ന് ഇറങ്ങുന്ന മുണ്ടോ ഡിപ്പോർട്ടിവോ എന്ന പത്രം വിനിയെ കുറിച്ച് എഴുതിയത് കഴിഞ്ഞ സീസണിലെ പോലെയുള്ള മികവില്ല, ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല, ഒക്കെ വറ്റിക്കഴിഞ്ഞു, ആ ഒരു ആവേശമൊക്കെ വറ്റിക്കഴിഞ്ഞു എന്ന രൂപത്തിലാണ്. പക്ഷെ 6 കളികളിൽ നിന്ന് ലാലിഗയിലെ വിനി ജൂനിയർ 3 ഗോളുകളും 4 അസിസ്റ്റും 7 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന കാര്യം ഓർക്കുക. വിനിയുടെ ഒരു ഷോ തന്നെയാണ് സാന്റിയാഗോ ബെർണാബൂവില് നമ്മൾ കണ്ടത് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പം ഈ ഒരു പ്രകടനത്തിന്റെ കണക്കിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ ആകെ 35 മിനിറ്റാണ് കളിച്ചത്. 1 ഗോളും 1 അസിസ്റ്റും അപ്പോഴേക്കും സ്വന്തം പേരിലാക്കി കഴിഞ്ഞു. 2 ഷോട്ടുകൾ, അതിലൊന്ന് ഓൺ ടാർഗറ്റ്, 25 ടച്ചുകൾ, 17 പാസുകളിൽ 11 ആക്യുറേറ്റ്, 2 കീ പാസുകൾ കൊടുത്തു, അതാണ് ഇമ്പോർട്ടന്റ്. ഒരു ക്രോസ് കൊടുത്തു, അത് ലക്ഷ്യത്തിലെത്തി. ഒരു ലോങ് ബോൾ കൊടുത്തു, അത് ലക്ഷ്യത്തിലെത്തി. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും വിനി ജൂനിയർ പൊളിച്ചടുക്കിയ മത്സരം. വീഡിയോസ് അനക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.